Hi my dear students, I am Mahima teacher. Welcome to Mahima teacher physics classroom Inspect Nature in. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ 11th യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലത്തെ എറർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇത്രയും പോയിന്റ്സുകളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ആക്യുറസി ആൻഡ് പ്രിസിഷൻ, നെക്സ്റ്റ് എറർ മെഷർമെൻറ്റ്സ്, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, then absolute error, relative error, percentage error, then doing some problems. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് അത്ര ടഫ് ഒന്നുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ലവ് ദ സബ്ജക്റ്റ് ദെൻ സ്റ്റഡി കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുക, നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുക ക്ലാസ്സിൽ. അല്ലെങ്കിൽ ബോറായിട്ട് തോന്നും. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്താ, എററിനെ കുറിച്ച് പഠിക്കുക, തെറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലേ, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്ന് ഇവിടെ ഞാൻ പറയുന്നത് വേറെ തെറ്റുകളൊന്നുമല്ല. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു വസ്തുവിനെ ലെങ്തോ അല്ലെങ്കിൽ അതിൻ്റെ മാസോ വേറെ എന്തെങ്കിലും മെഷർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലേ, ലാബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എററുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞ വാല്യൂ ഒന്നും അല്ല നമുക്ക് കിട്ടുക, ശരിയല്ലേ. ടീച്ചർ ഇത്രയാണ് വാല്യൂ വരേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് ആദ്യമേ ടീച്ചർ 1.8 അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ 9.8 മീറ്റർ/സെക്കൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളത് ചെയ്തൊക്കെ വരുമ്പോൾ സിമ്പിൾ പെൻഡുലൊക്കെ യൂസ് ചെയ്തിട്ട് അത് ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ വാല്യൂ ഇത്രയായിരിക്കും, 9.2 ആയിരിക്കും ചിലവർക്ക്, ചിലപ്പോൾ 9.6 ആയിരിക്കും അല്ലേ. ചിലപ്പോൾ 10 കഴിഞ്ഞിട്ട്, ചിലവർക്ക് 10 കഴിഞ്ഞിട്ടുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ പല വാല്യൂസ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് സ്ഥലത്ത് നിന്ന്, ഒരു ലാബിൽ നിന്നിട്ട് തന്നെയാണ്. അവിടെ 9.8 തന്നെയാണ് വാല്യൂ വരേണ്ടത്. അപ്പോൾ എന്തോ നമ്മൾ ചെയ്തതിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ ചെയ്യുന്നതിന്. അപ്പോൾ ആ മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാം, നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാര്യം പറയാം, എന്താണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 10 കുട്ടികളോട് ഒന്നിച്ച് പറയാമെന്ന് വിചാരിക്കും, ഒന്ന് മെഷർ ചെയ്യുമെന്ന്. അപ്പോൾ പലതരത്തിൽ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് പലരും പല സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ, കുട്ടികളെ നിർത്തിയിരിക്കുന്നത് പല സ്ഥലത്താണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് മെഷർ ചെയ്ത് വരുന്നു. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്ത് വന്നപ്പോൾ പലർക്കും പല ആൻസർ ആയിരിക്കും, എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടണമെന്നില്ല കേട്ടോ. ഇതിനൊക്കെ വേറെ ലെങ്ത് ആയിരിക്കും ഓരോരുത്തരെ എഴുതിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഇത് എത്രയാണെന്നുള്ളത്. അപ്പം ഞാനിത് വളരെ ഇതിലാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ, കറക്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് ഞാനത് എഴുതി വെച്ചിരിക്കുന്നു. ഇറ്റ്സ് അബൌട്ട്, ഞാൻ പറയാണ് എനിക്ക് കിട്ടിയ വാല്യൂ 8.35 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കറക്റ്റ് വാല്യൂ. ഇപ്പം ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും ഇതിങ്ങനെ മെഷർ ചെയ്ത് വന്നപ്പോൾ ചിലവർക്ക് കിട്ടിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8.2 എന്ന് കിട്ടി, 8.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ചില കുട്ടികൾ കുറച്ച് ഭയങ്കരമായിട്ട് നോക്കിയപ്പോൾ അവർക്ക് 8.28 സെൻറ്റിമീറ്റർ എന്നും കിട്ടി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആർക്കും ഈ വാല്യൂ തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ പല വാല്യൂ, അതിൽ ഞാൻ ഏകദേശം അടുത്ത് കിടക്കുന്ന 2 വാല്യൂ ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രയാണ്, 8.2ഉം 8.28. പിന്നെ നോക്കിയപ്പോൾ വേറൊരു കുട്ടിയുടെ വാല്യൂ 8.3 എന്നും കണ്ടു. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് പറയാണ്, എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന വാല്യൂ, അതാണ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് വാല്യൂ ടീച്ചർ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ആ ട്രൂ വാല്യൂവിൻ്റെ അടുത്ത് വരുന്നത് ഏതൊക്കെ മെഷർമെൻ്റ് ആണ് ഏകദേശം പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? 8.35 അടുത്ത് വരുന്ന വാല്യൂ, 8.3 എന്ന് പറയുന്ന വാല്യൂ ഏകദേശം അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ 8.28 എന്ന് പറയുമ്പോൾ 8
നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 8.3 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഈ രണ്ട് വാല്യൂം ഏകദേശം 8.35 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ ഏത് മെഷേർഡ് വാല്യൂ ആണ് നിയറസ്റ്റ് ടു ദ ട്രൂ വാല്യൂ, അങ്ങനെയാണെങ്കിൽ ആ മെഷർമെന്റ് എന്ന് പറയുന്നത് മോർ ആക്യുറേറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു കാര്യം മനസ്സിലായില്ലേ? ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏതൊക്കെ രണ്ട് ആക്യുറേറ്റ് ആയിട്ട് വന്നത്? ഏകദേശം 8.3ഉം 8.28ഉം. ഇത് ഏകദേശം 8.35ന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിന്റെ അടുത്താണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ആക്യുറേറ്റ് വാല്യൂ ആണ്. എന്താണ്? ആക്യുറേറ്റ് വാല്യൂ ആണ്. ഇനി ഇത് നോക്കിയ 8.2 എന്ന് പറയുന്നത്, 8.2 എന്ന് പറയുന്നത് ഇതിന്റെ അടുത്തൊന്നും അല്ല, കുറച്ച് അല്ലെ എങ്ങനെയാണ് ഒരു 0.15ന്റെ വ്യത്യാസത്തിൽ കിടക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആക്യുറേറ്റ് അല്ല, ലെസ് ആക്യുറേറ്റ് വാല്യൂ ആണ്. എന്താണ്? ലെസ് ആക്യുറേറ്റ് വാല്യൂ ആണ്. അപ്പൊ ആക്യുറേറ്റിന്റെ മീനിങ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി മെഷർ ചെയ്തത് എങ്ങനെയാണ്? രണ്ട് കുട്ടികൾ എങ്ങനെ മെഷർ ചെയ്തത്? 8.2. ഈ പോയിന്റിന് ഇപ്പുറത്ത് ഇവിടെ 2 കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല അല്ലെ. ഇവിടെ ആണെങ്കിലും 3 കഴിഞ്ഞിട്ട് വാല്യൂസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ്. അതാണ് അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ആ കുട്ടി യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഈ ഒരു കുട്ടി എങ്ങനെയാണ് മെഷർ ചെയ്ത് വന്നപ്പോൾ എങ്ങനെയായിട്ടത്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട് അല്ലെ. 0.01 സെന്റിമീറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് കൂടുതൽ ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആ വാല്യൂ മോർ പ്രിസൈസ് വാല്യൂ ആണ്. മനസ്സിലായോ? അപ്പൊ ഓരോന്നും നോക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ പറയാൻ പറ്റും? ഫസ്റ്റ് 8.2 എന്ന് പറയുന്നത് ലെസ് ആക്യുറേറ്റ് ആൻഡ് ലെസ് പ്രിസൈസ്. രണ്ടും ലെസ് ആണ് അല്ലെ. ആക്യുറേസി ഇല്ല, പ്രിസൈസും ഇല്ല. അപ്പൊ ലെസ് ആക്യുറേറ്റ് വാല്യൂ ആൻഡ് ലെസ് പ്രിസൈസ് വാല്യൂ. നെക്സ്റ്റ് 8.28. 8.28 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നത്? പറയൂ, അതെങ്ങനെയായിരിക്കുന്നത്? മോർ പ്രിസൈസ് ആൻഡ് മോർ ആക്യുറേറ്റ്. മനസ്സിലായോ? രണ്ടും മോർ ആണ്. ഇവിടെ ആണെങ്കിലോ 8.3. 8.3 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 8.3 എന്ന് പറഞ്ഞാൽ മോർ ആക്യുറേറ്റ് ബട്ട് ലെസ് പ്രിസൈസ്. മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ആക്യുറസി പ്രിസിഷനും ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണത്. കേട്ടല്ലോ? ഇനി അടുത്ത ടോപ്പിക് എന്താണ്? എറർ മെഷർമെന്റ്സ്. അപ്പൊ ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഒരു മെഷർമെന്റിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരുപാട് തെറ്റുകൾ, എറേഴ്സ് ഉണ്ടാവാം. നമ്മൾ മെഷർ ചെയ്യുന്നതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ആ തെറ്റുകൾ ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കണം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. കേട്ടല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരു വൺ ഡയറക്ഷണൽ എറർ ആണ്. ഒരു ഡയറക്ഷണൽ എറർ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ചിലപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകള് ശരിക്കുള്ള വാല്യൂവിൽ നിന്നും ഇതിപ്പോ നോക്കിയാൽ ഇതെല്ലാം മൈനസ് ആയിട്ടായിരിക്കണം അല്ലെ, കുറഞ്ഞായിരിക്കണത് അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ മൈനസ് വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലസ് വാല്യൂ ആയിരിക്കാം. മനസ്സിലായോ? അത് അങ്ങനെയുള്ള എററിനെയാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിന്റെ അടുത്തൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടാവും, പക്ഷെ വാല്യൂവിനേക്ക് ഒന്നില്ലെങ്കിൽ കുറവായിരിക്കാം, ഒന്നില്ലെങ്കിൽ അത് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള എററാണ് സിസ്റ്റമാറ്റിക് എറർ. ഈ എറർ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇത് എങ്ങനെയാ ഉണ്ടാവുക? നമ്മൾ ലാബിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? ഇൻസ്ട്രുമെന്റൽ എറർ. അതായത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആണ്, നമുക്ക് എല്ലാ എങ്ങനെയൊക്കെയാ ചെയ്യണ്ടേന്നൊക്കെ അറിയാം, പക്ഷെ നമുക്ക് കിട്ടിയ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളത്, വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് വളരെ ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്കെയിൽ, ഇപ്പം ഇത് മെഷർ ചെയ്യാൻ വേണ്ടി ടീച്ചർ തന്ന സ്കെയില് ഒരാളുടെ ഒരു ഭാഗം ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുമോ? ഇല്ല. നമ്മൾ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂ മൈനസ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ഓർ ടെക്നിക് ഓർ പ്രൊസീജിയർ. അതായത് നമുക്ക് കിട്ടിയ ഇൻസ്ട്രുമെന്റ് നല്ലതാണ്, നമുക്ക് നമുക്ക് യാതൊരുവിധ തെറ്റുകളും ഉണ്ടാവില്ലെന്നും അറിയാം,
പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തെറ്റായി പോയി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? കറക്റ്റ് റീഡിങ് കിട്ടാതെ വരും. മനസ്സിലായോ? ഇപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെങ്ത്തുകൾ വ്യത്യാസം. ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് അതിന്റെ എങ്ങനെയാണ്? ഇപ്പൊ ഒരു സിമ്പിൾ പെൻഡുലം കൂടെ ഇതെടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ അതിന്റെ ലെങ്ത് എന്ന് പറയണത് നമ്മള്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ചുറ്റിട്ടോ എന്തെങ്കിലുമൊക്കെ വേറെ ലെവലിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടാതെ വരും. അത് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ മെത്തേഡിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്താണ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ തന്നു. നമ്മൾ എവിടെയാണോ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കണം അവിടെ ഒന്നും വേണ്ട. വേറെ ബോഡി ടെമ്പറേച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ആംപിറ്റീന്ന് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടുത്തെ ടെമ്പറേച്ചറും നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറിനെ കഴിഞ്ഞ് ലോ വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പൊ അതാണ് പ്രൊസീജിയറൽ എറർ. നമുക്ക് ചെയ്യാൻ നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾക്ക് എല്ലാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി വ്യത്യാസമാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്ന എററാണ് ഇത് കേട്ടോ. പ്രൊസീജിയറൽ എറർ എന്ന് പറയുന്നത്. അടുത്തത് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊസീജിയറും അറിയാം, നമുക്ക് കിട്ടിയ ഇൻസ്ട്രുമെന്റൽ എറർ ഇല്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റും ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു കുഴപ്പം കാരണം ഉണ്ടാവുന്നത് അല്ലെ, നമ്മൾ വെക്കുന്ന പാരറ്റസ് ഒക്കെ കറക്റ്റ് ആയിട്ടല്ല വെക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പേഴ്സണൽ എറർ. നമ്മളുടേതായ മിസ്റ്റേക്കിൽ ഉണ്ടാവുന്ന എററാണ് എന്ത്? പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതൊന്നും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ കുറിച്ചൊന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. പക്ഷെ ഇതെന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ എറേഴ്സ് ഉണ്ടാവും, അതെങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നല്ല രീതിയിൽ നല്ല കറക്റ്റായിട്ട് പ്രൊസീജിയർ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ കിട്ടി എല്ലാം അത് നമുക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു എററും കിട്ടില്ല. ടീച്ചറുടെ അതേ വാല്യൂ 8.35 സെന്റിമീറ്റർ എന്ന് തന്നെ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് റാൻഡം എറർ എന്ന് പറയുന്നതാണ്. റാൻഡം എറർ റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പെട്ടെന്ന് അല്ലെ, പെട്ടെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ സ്പീഡി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റീഡിങ്ങുകൾ വരിക. അതാണ് എന്ത്? ഈ റാൻഡം എറർ എന്ന് പറയുന്നത് കേട്ടോ. ഇറഗുലർ ആൻഡ് റാൻഡം, അതായത് ഒരു കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്ക് 1.2 ആദ്യം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ പിന്നെ കിട്ടുന്നത് 2.5 എന്നായിരിക്കും, പിന്നെ കിട്ടുന്നത് 1.9 എന്നായിരിക്കും. അതൊരു ഇറഗുലർ ആയിട്ട് നമുക്ക് കിട്ടുന്ന എററിനാണ് എന്ത് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളോട് ടീച്ചർമാര് ലാബിൽ നമ്മൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ടീച്ചർമാർ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? വളരെ മടിച്ചുകൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു പ്രാവശ്യം ചെയ്തിട്ട് അടങ്ങിയ ഒരു സ്ഥലത്തിരിക്കും അല്ലെ. അപ്പൊ പക്ഷെ ടീച്ചർമാർ എന്താ പറയാ? ഒരു പ്രാവശ്യം ചെയ്യാനാണോ ടീച്ചർമാർ പറയാ? അല്ല, ഒരു 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനാണ് പറയാ. അതിപ്പോ നിങ്ങളവിടെ വെറുതെ ഇരിക്കണ കണ്ടിട്ടൊന്നും അല്ല പറയണത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് അങ്ങനെ പറയണത്? അതായത് എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ നമ്മളോട് പറയണത്. അങ്ങനെ ഇരിക്കല്ലേ, ഒരു 7 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യൂ എന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എറർ, നമുക്കുണ്ടായ എറർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മെഷർ ചെയ്യുമ്പോൾ എറർ ഉണ്ടാവും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ എറർ ഉണ്ടാവും എന്നറിയാം. ആ എറർ എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. ഒരു 7 പ്രാവശ്യം കുട്ടി റിപ്പീറ്റ് ചെയ്യൂ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയണത് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് റീഡിങ്സ് ആണ്. ഇപ്പൊ 7 അല്ലെങ്കിൽ നമുക്ക് 7 ടീച്ചർ മിനിമം പറയണതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ചിലപ്പോൾ 9 എണ്ണം എടുക്കാം. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും എറർ മിനിമൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് റീഡിങ് എടുത്തു എന്ന് വിചാരിക്കും. ഓരോ റീഡിങ്ങും നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അതെങ്ങനെ മിനിമൈസ് ചെയ്യാം, എവിടെയൊക്കെയാണ് വാല്യൂസ് കിടക്കുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം. കേട്ടല്ലോ? അപ്പൊ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും. കേട്ടല്ലോ? അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോവാം. എന്താണ് ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ആബ്സല്യൂട്ട് എറർ ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ഒരുപാട് വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എടുക്കണം. അപ്പൊ ഞാൻ വാല്യൂസ് ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഞാൻ അതിന് പകരമായിട്ട് A1 A2 എന്നൊക്കെയാണ് വാല്യൂസിന് പകരം കേട്ടോ.
അപ്പൊ നമ്മൾ കിട്ടിയ മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് A1, A2, A3 എക്സെട്ര AN ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്താണ് മെഷേർഡ് വാല്യൂസ്. അപ്പൊ ഇതൊന്നും നമ്മളുടെ ട്രൂ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് ഇതാണ് നമ്മുടെ ട്രൂ വാല്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി സം ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടി സം ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര AN എന്ന് ചെയ്യുക. അതിനുശേഷം എത്രമാത്രം വാല്യൂസ് എടുത്തു? ഇപ്പൊ നമ്മൾ 5 വാല്യൂ ആണ് ഇതുള്ളതെന്ന് വിചാരിക്കും. അപ്പൊ ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യുക. 7 വാല്യൂസ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ എത്രയാണ് വാല്യൂസ് ഉള്ളത്? n വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡഡ് ബൈ n എന്ന് എഴുതുക. ഇതാണ് നമ്മൾ എന്ത് എഴുതുന്നത്? A mean എന്ന് പറയണത്. A mean എന്ന് പറയണത് എന്താ? ഇറ്റ് ഈസ് ദ ട്രൂ വാല്യൂ. അപ്പൊ ട്രൂ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. ഒരുപാട് വാല്യൂസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ് ഗിവ്സ് ഇറ്റ്സ് ദ ട്രൂ വാല്യൂ. ഓക്കെ, അപ്പൊ A mean ആണ് ഇവിടുത്തെ ട്രൂ വാല്യൂ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടല്ലോ. അപ്പൊ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വാല്യൂ മൈനസ് A mean നോക്കാം. A1 മൈനസ് A mean ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി മെഷർമെന്റ്, ഫസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡെൽറ്റ A1 എന്ന്, ഇത് ഡെൽറ്റ എന്നാണ്, സ്മോൾ ചേഞ്ച്, ഡെൽറ്റ A1 എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾക്ക് ഇത് ചിലപ്പോൾ മൈനസ് ആവാം. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ A1-നേക്കാളും വലിയ വാല്യൂ ആണ് ഇതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കിത് മൈനസ് വാല്യൂ ആയി പോവാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്ത് വന്നാലും, അതായത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എപ്പോഴും ആബ്സല്യൂട്ട് എററിനെ കൺസിഡർ ചെയ്യണത്. ചിലപ്പോൾ 0യും വരാം. അപ്പൊ 0 എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ അടുത്ത വാല്യൂവിന്റെ എന്ത് വരും? ആബ്സല്യൂട്ട് എറർ A2 മൈനസ് A mean. ഇപ്പൊ നെക്സ്റ്റ് വാല്യൂവിന്റെ ആബ്സല്യൂട്ട് എറർ കിട്ടി ഡെൽറ്റ A2. അതുപോലെ തന്നെ A3 മൈനസ് A mean എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഡെൽറ്റ A3 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് AN വരെ എഴുതാം. മനസ്സിലായോ? AN വരെ എഴുതുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് വാല്യൂ എഴുതുന്നത് AN മൈനസ് A mean ഈക്വൽ ടു ഡെൽറ്റ AN. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ ഇതാണ് നമ്മളുടെ ആബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദി മെഷർമെന്റ്. ഓക്കെ, ഏതൊക്കെയാണ്? ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ AN. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം കൂടി സം ചെയ്യുക. നമുക്ക് കിട്ടിയ ആബ്സല്യൂട്ട് എറർ എല്ലാം കൂടെ നമ്മൾ സം ചെയ്യാൻ പോവാണ് കേട്ടോ. ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ ഇൻക്ലൂഡിംഗ് ദ സീറോസ്, അത് ഓർക്കണം. ഇൻക്ലൂഡിംഗ് ദ സീറോസും കൂടെ വേണം കേട്ടോ. അല്ലെങ്കിൽ വാല്യൂസ് തെറ്റിപ്പോവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ എടുക്കുമ്പോൾ വ്യത്യാസമായി പോകും. അപ്പൊ ഇൻക്ലൂഡിംഗ് ദ സീറോസ് ഡെൽറ്റ A1 ഡെൽറ്റ A2 പ്ലസ് എക്സെട്ര ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ട്? n വാല്യൂസ് ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ n. ഇതിനെയാണ് മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ ഈസ് ലൈസ് ബിറ്റ്വീൻ, മെഷേർഡ് വാല്യൂ നമുക്ക് ഇപ്പൊ A1 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ A എന്ന് വിചാരിക്കും. മെഷേർഡ് വാല്യൂ A which is lies between രണ്ടിന്റെയും കൂടെ ഏതിന്റെയൊക്കെ ഇടയ്ക്കായിരിക്കും? A mean പ്ലസ് ഡെൽറ്റ A mean ആൻഡ് A mean മൈനസ് ഡെൽറ്റ A mean. ഇതിന്റെ ഇടയിലായിരിക്കും നമ്മളുടെ കിട്ടുന്ന മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ ഉള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ.
കേട്ടല്ലോ. അപ്പൊ the measured value is lies in between. The measured value is sometimes it is plus or minus plus delta a mean, sometimes it is minus delta a mean. മനസ്സിലായല്ലോ. ഇനി അപ്പൊ ആബ്സല്യൂട്ട് എറർ കഴിഞ്ഞു. അപ്പൊ ആബ്സല്യൂട്ട്, അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് റിലേറ്റീവ് എറർ നോക്കണം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെൽറ്റ എ മീൻ. ഡെൽറ്റ എ മീൻ എന്തായിരുന്നു? The mean value of the absolute error. കേട്ടോ, ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. കണ്ടോ? അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ് ഡെൽറ്റ എ മീൻ. ഡെൽറ്റ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ മീൻ വാല്യൂ ഓഫ് ദി ആബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ. കേട്ടോ, അതാണ് റിലേറ്റീവ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പ്രോബ്ലത്തിൽ ഇത് ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു കൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും പെർസെൻറ്റേജ് എറർ. അപ്പൊ വാട്ട് ഈസ് മെന്റ് ബൈ ദ പെർസെൻറ്റേജ് എറർ? പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് എറർ നമുക്ക് കിട്ടുന്ന ആൻസർ ഇല്ലേ, അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് ആൻസർ? റിലേറ്റീവ് എറർ ഇൻറ്റു 100. അതാണ് എന്ത്? അതിന്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതും ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് എററും പെർസെൻറ്റേജ്, ഇപ്പൊ നമ്മളുടെ എൻട്രൻസിലൊക്കെ പ്രോബ്ലംസ് ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് ചെയ്യാനൊന്നും ചോദിക്കില്ല. ഇങ്ങനെ ചെയ്യാൻ ചോദിക്കുന്നത് നമ്മളുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കും. ഇതിങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും കേട്ടോ. ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചോദിക്കും, CBSE ആണെങ്കിലും ചോദിക്കും. പക്ഷേ നമ്മുടെ എൻട്രൻസ് മോഡലില് ഇങ്ങനെ ഇത്രയും നമ്മളോട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യമായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പം ജസ്റ്റ് ഞാനൊരു ഫോർ എക്സാമ്പിൾ 2 ± 0.2 സെന്റിമീറ്റർ ഫൈൻഡ് ദ റിലേറ്റീവ് എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? പറയാൻ പറ്റുമോ? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് നമുക്ക് എന്താ? ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ എന്നാണ് ആൻസർ. അപ്പൊ നമുക്കറിയാം ഏത് ഭാഗത്താണ് ഡെൽറ്റ എ മീൻ കിടക്കുന്നത്? പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ് ഡെൽറ്റ എ മീൻ കിടക്കുന്നത് അല്ലെ? അപ്പൊ നോക്കി ഇവിടെ എന്താ കിടക്കുന്നത്? 0.2 എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ 0.2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. അപ്പൊ ഇവിടെ 0.2 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ കിട്ടും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇൻറ്റു അതിനെ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എററും കിട്ടും. അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം ഓർമ്മയിൽ വേണമെന്ന് മാത്രം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം എഴുതിയിരിക്കുകയാണ്. We measure the period of oscillation of a single pendulum in successive measurements. The readings turn out to be 2.63 second, 2.56 second, 2.42 second, 2.71 second and 2.80 second. Calculate the absolute error, relative error and percentage error. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ വാല്യൂസ് എല്ലാം കൂടെ സം ചെയ്തിട്ട് എത്ര വാല്യൂ ഉണ്ടോ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെയ്യാണ്. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ടൈമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ടി മീൻ ഈക്വൽ ടു ടൈമിന് ടി എന്ന് എടുക്കണോ? അപ്പൊ ടി മീൻ ഇസ് ഈക്വൽ ടു ഓരോന്നും നമ്മൾ സം ചെയ്യുക. എങ്ങനെയാണ്? 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1 2 3 4 5 നമ്പേഴ്സ്. ഇത് നമ്മൾ ഈസി മെത്തേഡിലൊക്കെ സോൾവ് ചെയ്തോണം. നമുക്ക് ഏകദേശം ഇവിടെ നമുക്കറിയാം 2 ആണ്, എല്ലാത്തിനും 2 തന്നെയാണ്. പിന്നെ ഇവിടെ 6, അപ്പൊ 6 വരുന്ന ലെവലിലായിരിക്കും എൻ്റെ ആൻസർ വരിക. അപ്പൊ അത് നിങ്ങൾ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2.62 സെക്കൻഡ് എന്നായിരിക്കും കിട്ടുക. 2.62 സെക്കൻഡ്. അതാണ് എന്ത്? ടി മീൻ എന്ന് പറയുന്നത് കേട്ടോ. ടി മീൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ഇൻഡിവിജ്വൽ മെഷർമെന്റിനെയും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം?
ഡിഫറൻസ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതിന് നമുക്ക് ഡെൽറ്റ T1 എന്ന് പറയാം. ഡെൽറ്റ T1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 2.63 മൈനസ് 2.62. പക്ഷെ എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? എന്തായിരുന്നു? പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പ്ലസ് വാല്യൂ തന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ എത്രയായിരിക്കും ആൻസർ? 0.01 കേട്ടോ, 0.01. അടുത്തത് ഡെൽറ്റ T2. അപ്പൊ എന്താ വരിക? 2.56 മൈനസ് 2.62 എന്ന് പറയുന്നത് 0.06. ഡെൽറ്റ T3 2.42 മൈനസ് 2.62 എന്ന് പറയുന്നത് 0.20. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡെൽറ്റ T4 which is equal to 2.71 മൈനസ് 2.62 എന്ന് പറയുന്നത് 0.09 എന്നാണ് ആൻസർ വരിക. ഇനി അടുത്തത് ഡെൽറ്റ T5 എന്ന് പറയുന്നത് 2.80 മൈനസ് 2.62 which is equal to എത്ര വരുന്നത്? 0.22 എന്നായിരിക്കും ആൻസർ വരിക. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത്? ഈ കിട്ടിയതെല്ലാം ഇതൊക്കെ നമുക്ക് എന്താ കിട്ടിയത്? ഇതൊക്കെ ആബ്സല്യൂട്ട് എറർ ആണ് അല്ലെ? മെഷർമെന്റിലത്തെ ആബ്സല്യൂട്ട് എറർ ആണ്. ഈ ആബ്സല്യൂട്ട് എററിനെയൊക്കെ എല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആബ്സല്യൂട്ട് എറേഴ്സ് കേട്ടോ. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി മീൻ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക? 0.01 പ്ലസ് 0.06 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.22 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ്? 5 numbers. And if we calculate approximately is 0.11 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ടി മീനും കിട്ടി, ഡെൽറ്റ ടി മീനും കിട്ടി. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതിന്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക? നേരത്തെ എന്താ പറഞ്ഞത്? എ മീൻ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ എ മീൻ ആയിരിക്കും. അപ്പൊ ഇതും അങ്ങനെ തന്നെയായിരിക്കും, ടി മീൻ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ടി മീൻ. അപ്പൊ എന്താ വരിക? 2.62 പ്ലസ് ഓർ മൈനസ് 0.11 ഇത്രയും സെക്കൻഡ്. ഒന്നില്ലെങ്കിൽ പ്ലസ് 0.11 ആയിരിക്കാം, അല്ലെങ്കിൽ മൈനസ് 0.11 എന്നായിരിക്കും ആൻസർ വരിക. മനസ്സിലായോ? ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ടില്ല. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? റിലേറ്റീവ് എററും ചോദിച്ചിട്ടുണ്ട്, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. റിലേറ്റീവ് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കണമെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്? പ്ലസ് ഓർ മൈനസിന്റെ ഇവിടെ ഇരിക്കുന്ന വാല്യൂ ഡിവൈഡ് ബൈ ഈ വാല്യൂ അല്ലെ? അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ഈക്വൽ ടു 0.11 ഡിവൈഡഡ് ബൈ 2.62 കേട്ടോ, 2.62. അപ്പൊ ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര വരും? അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.041 എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. അപ്പൊ ഇതിന് റിലേറ്റീവ് എറർ ആണ്. ഇനി അതെന്ത് ചെയ്യണം? പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. അപ്പൊ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ എന്താ പറഞ്ഞത്? ഇൻറ്റു 100 ചെയ്യണം കേട്ടോ. അപ്പൊ ഈക്വൽ ടു പെർസെന്റേജ് എറർ ഈക്വൽ ടു 0.041 ഇൻറ്റു 100 ദിസ് ഈക്വൽ ടു എത്ര വരിക? 4.1% അല്ലെങ്കിൽ 4% കേട്ടോ. മനസ്സിലായോ? 4.1% അല്ലെങ്കിൽ 4% എന്നായിരിക്കും ആൻസർ. അപ്പൊ ഈ ഒരു മോഡൽ ആയിരിക്കും നമ്മളോട് എക്സാമിനൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പൊ ഈ മോഡലിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ please press the bell button. Okay, see you on another section. Bye.